ചരിത്രം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലല്ല, മറിച്ച് അവരുടെ മരണത്തിലാണ് പുതിയൊരു അധ്യായം കുറിക്കുന്നത്. 1955 ആ വേനൽക്കാലം വരെ എമ്മെറ്റിൽ എന്ന 14 വയസ്സുകാരൻ ചിക്കാഗോയിലെ തെരുവുകളിൽ ചിരിച്ചുല്ലസിച്ച് നടന്നൊരു സാധാരണ ബാലൻ മാത്രമായിരുന്നു. എന്നാൽ മിസിസിപ്പിയിലെ ചതുപ്പുനിലങ്ങളിൽ അവന്റെ ജീവൻ പൊലിഞ്ഞപ്പോൾ അത് അമേരിക്കൻ വംശീയതയുടെ ആണിക്കല്ലിളക്കിയ ഒരു കൊടുങ്കാറ്റായി മാറി. 1941 ചിക്കാഗോയിൽ ജനിച്ച എമ്മെറ്റ് മാമി ടിൽ എന്ന ധീരയായ സ്ത്രീയുടെ ഏക മകനായിരുന്നു. വടക്കൻ അമേരിക്കയിലെ താരതമ്യേന സ്വതന്ത്രമായ അന്തരീക്ഷത്തിൽ വളർന്ന എമ്മെറ്റിന് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളെക്കുറിച്ച് അവന് വലിയ ധാരണയില്ലായിരുന്നു. 1955 ഓഗസ്റ്റിൽ ബന്ധുക്കളെ സന്ദർശിക്കാനാണ് എമ്മെറ്റ് മിസിസിപ്പിയിലെ മനി എന്ന ഗ്രാമത്തിലെത്തുന്നത്. അവിടെ ഒരു കടയിൽ വെച്ച് ഒരു വെള്ളക്കാരിയോട് വിസിലടിച്ചു എന്ന നിസ്സാരമായ ആരോപണം അവന്റെ വിധി മാറ്റിമറിച്ചു. ഓഗസ്റ്റ് 28 അർദ്ധരാത്രിയിൽ ഒരു സംഘം വെള്ളക്കാർ എമ്മെറ്റിനെ തട്ടിക്കൊണ്ടുപോയി. ക്രൂരമായ മർദ്ദനത്തിന് ശേഷം അവനെ വെടിവെച്ചു കൊന്ന് ടല്ലഹാച്ചി നദിയിൽ തള്ളി. 3 ദിവസത്തിന് ശേഷം അവന്റെ ശരീരം കണ്ടെടുക്കുമ്പോൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ആ രൂപം മാറിയിരുന്നു. ഇവിടെയാണ് മാമി ടിൽ എന്ന അമ്മ ഒരു വിപ്ലവകാരിയായി മാറുന്നത്. തന്റെ മകന്റെ വികൃതമാക്കപ്പെട്ട ശരീരം ലോകം കാണണമെന്ന് അവർ ഉറപ്പിച്ചു. എന്റെ മകനോട് അവർ ചെയ്തത് ഈ ലോകം കാണട്ടെ എന്ന ഉറച്ച തീരുമാനത്തോടെ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു വെച്ച് സംസ്കാരം നടത്താൻ അവർ ആവശ്യപ്പെട്ടു. ആ ദൃശ്യം അമേരിക്കയെ ഞെട്ടിച്ചു. 10,000 ആ ശവമഞ്ചത്തിന് മുന്നിൽ വിതുമ്പി. എന്നാൽ വിവേചനം അവിടെയും അവസാനിച്ചില്ല. എമ്മെറ്റിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഈ നീതികേട് കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തി. റോസ പാർക്സ് എന്ന വിപ്ലവകാരി പിന്നീട് പറഞ്ഞു, ഞാൻ ബസ്സിൽ സീറ്റ് വിട്ടുകൊടുക്കാതിരുന്നത് എമ്മെറ്റ് ടില്ലിനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ പോരാട്ടങ്ങൾക്ക് ഈ സംഭവം വലിയൊരു ഊർജ്ജമായി മാറി. മാമി ടിൽ തന്റെ ശേഷിച്ച ജീവിതം മുഴുവൻ നീതിക്കായി പോരാടി. 2022 അമേരിക്ക എമ്മെറ്റിൽ ആന്റൈ ലിഞ്ചിങ് ആക്ട് എന്ന നിയമം പാസാക്കുമ്പോൾ അത് ആ അമ്മയുടെ 67 വർഷത്തെ പോരാട്ടത്തിനുള്ള അംഗീകാരമായിരുന്നു. എമ്മെറ്റ് ടിൽ വെറുമൊരു ഇരയല്ല, നീതിക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ നിത്യസ്മാരകമാണ്. മരണം അവനെ നിശബ്ദനാക്കി എന്ന് കരുതിയവർ തെറ്റി. ആ നിശബ്ദത ഇന്നും ലോകത്തിന്റെ മനസാക്ഷിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു.